നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറിന്റെ ചെറിയൊരു സർക്യൂട്ട്, ചെറിയൊരു മോഡലാണ്. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ കൈ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സാനിറ്റൈസർ വരുന്നതും അതേപോലെ കൈ മാറ്റുന്ന സമയത്ത് സാനിറ്റൈസറിന്റെ ബോട്ടിൽ ഓഫ് ആവുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ചില ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയൊരു മോഡൽ നമുക്കൊന്ന് റെഡിയാക്കി, ഒരു സർക്യൂട്ട് നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ കയ്യോ എന്തോ ആയിക്കോട്ടെ, ഒന്ന് അടുത്തേക്ക് വരുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് IR സെൻസറാണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് IR സെൻസറാണ്. അതേപോലെ നമ്മുടെ സാനിറ്റൈസർ ബോട്ടിലിൻ്റെ ആ ഒരു ടാപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെർവോ മോട്ടോറാണ്. സെർവോ മോട്ടോർ നമുക്ക് നമ്മുടെ റോബോട്ടിക് കിറ്റിലുണ്ട്. സെർവോ മോട്ടോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്ര സമയം യൂസ് ചെയ്തില്ല നമ്മുടെ ബ്രെഡ് ബോർഡ് ഉണ്ട്, അതേപോലെ തന്നെ ആർഡിനോ യുനോ ബോർഡ് ഉണ്ട്, അതേപോലെ ആവശ്യമുള്ള കുറച്ച് ജമ്പർ വയേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയഗ്രം ഇവിടെയുണ്ട്, അതേപോലെ ആവശ്യമായുള്ള കോഡുകളും ഉണ്ട്. ഇതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യമായുള്ള കമ്പോണൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഘടകങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്രെഡ് ബോർഡ്, ആർഡിനോ യുനോ ബോർഡ്, അതേപോലെ തന്നെ നമ്മുടെ IR സെൻസർ. അപ്പോൾ നമ്മൾ ഇത്ര സമയം യൂസ് ചെയ്യാത്ത ഒരു മൊഡ്യൂളാണ് ഈ ഒരു IR സെൻസർ എന്ന് പറയുന്നത്. ഈ ഒരു IR സെൻസർ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, IR സെൻസറിന്റെ മുന്നിലേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് പിൻ ലോ ആവുകയും IR സെൻസറിന്റെ മുന്നിൽ ഒബ്ജക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് ഹൈ ആവുകയാണ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് റെഡിയാക്കുമ്പോൾ നോക്കി നോക്കാം. അപ്പോൾ IR സെൻസർ മൊഡ്യൂൾ ഇവിടെ ഉണ്ട്. IR സെൻസർ മൊഡ്യൂളിന് കൃത്യമായിട്ട് ഞാനിവിടെ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജമ്പർ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ IR സെൻസറിനും നമ്മൾ ബസർ മൊഡ്യൂളിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് VCCയും കാണാം, ഗ്രൗണ്ടും കാണാം. എന്നാൽ ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ഔട്ട് എന്ന പിന്നും കാണാം, ഔട്ട്. ഓക്കെ, VCC നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 വോൾട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഇവിടെ നടുവിൽ കാണുന്ന ഗ്രൗണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആർഡിനോ ബോർഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ബോർഡിൽ നമ്മൾ അത് കണക്ട് ചെയ്യുമല്ലോ, ഗ്രൗണ്ട്. അപ്പോൾ അവർ ഗ്രൗണ്ടിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഔട്ട് കാണാം. ഈ ഔട്ടാണ് നമുക്ക് ആവശ്യമായുള്ള ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നാൽ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ആ ഡിജിറ്റൽ പിന്ന് റീഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഔട്ടാണ് നമ്മൾ ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ IR സെൻസറിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഈ കാണുന്നതാണ് സെർവോ മോട്ടോർ. ഈ സെർവോ മോട്ടോറിന്റെ ഇവിടെയുള്ള ഇതിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഹോൺ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസറിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ റെഡിയാക്കുന്നത് അതിന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ തൽക്കാലം ഈ രീതിയിൽ സെറ്റാക്കി വെക്കുന്നു. എന്താണ് സെർവോ മോട്ടോർ? റോബോട്ടിന്റെ കാര്യത്തിൽ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആക്ച്വേറ്റേഴ്സ് എന്ന്. മെക്കാനിക്കൽ മൂവ്മെന്റുകൾ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഓട്ടോമാറ്റിക് മൂവ്മെന്റുകൾ, റോബോട്ടുകളിൽ ഓട്ടോമാറ്റിക് മൂവ്മെന്റുകൾ സാധ്യമാക്കുന്ന ഡിവൈസുകളാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആക്ച്വേറ്റർ ആണ് സെർവോ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെർവോ മോട്ടോർ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെർവോ മോട്ടോറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വയറുകളെ പറ്റിയാണ്. സെർവോ മോട്ടോറിൽ ഇവിടെ ഞാനൊരു 3 വയർ എക്സ്ട്രാ വെച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, 3 ജമ്പർ വയറും കൂടി എടുത്തിട്ട് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു കളർ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു കളർ നോക്കിയിട്ട് വേണം ഇത് കൃത്യമായിട്ട് അതായത് 5 വോൾട്ട് എവിടെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഈ ഒരു സെർവോ മോട്ടോറിൻ്റെ ഓറഞ്ചില്ലേ, ഓറഞ്ചാണ് കൺട്രോൾ. കൃത്യമായുള്ള സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യും. അതായത് സെർവോ മോട്ടോറിന്റെ കാര്യത്തിൽ നമുക്ക് സെർവോ മോട്ടോറിനെ 0 മുതൽ 180 ഡിഗ്രി വരെ ഇതിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 0 മുതൽ 180 ഡിഗ്രി വരെ. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കൺട്രോൾ ലൈൻ ഉപയോഗിച്ചിട്ടായിരിക്കും. കൺട്രോൾ ലൈനിനെ നമ്മുടെ ആർഡിനോ യുനോ ബോർഡിന്റെ അകത്തുള്ള ഡിജിറ്റൽ പിന്നിലെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. നമുക്കിത് ഇവിടെയായിട്ട് ഇതാണ് നമ്മുടെ ആർഡിനോ യുനോ ബോർഡ്. ഇതിനകത്തുള്ള ഡിജിറ്റൽ പിന്നുകൾ ഇവിടെ കാണാം. 0 മുതൽ 13 വരെയാണെന്ന് നമുക്കറിയാം. ഈ ഡിജിറ്റൽ പിന്നിൽ തന്നെ ചില പിന്നുകളുടെ നേരെ ടിൽഡ എന്ന് പറയുന്ന ഇങ്ങനെയൊരു സിമ്പൽ കാണാം. കണ്ടില്ലേ, 3, 5, 6, 9, 10, 11 ഇതിൻ്റെ ഒക്കെ നേരെ ഇങ്ങനെയുള്ള ഒരു സിമ്പൽ കാണാം. അതിനെയാണ് നമ്മൾ PWM പിന്നുകൾ എന്ന് പറയുന്നത്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഈ പിന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സെർവോ മോട്ടോറിന്റെ ഷാഫ്റ്റ് കൃത്യമായ ആംഗിളുകളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് സെർവോ മോട്ടോറിന്റെ ആ ഓറഞ്ച് കളറുള്ള ആ ഒരു ലൈൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള PWM പിന്നിലേക്കായിരിക്കും. തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് കൃത്യമായിട്ട് PWM പിന്നിലേക്ക് വേണം എന്ത് ചെയ്യാൻ, സെർവോ മോട്ടോറിന്റെ ആ ഒരു കൺട്രോൾ ലൈൻ, ആ ഒരു ഓറഞ്ച് ലൈനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ ഒരു കൺട്രോൾ സിഗ്നൽ അത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ? പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ കാണുന്ന റെഡ് കണക്ട് ചെയ്യുന്നത് നമ്മൾ നേരെ ആർഡിനോയിലുള്ള 5 വോൾട്ടിലേക്കായിരിക്കും. അതേപോലെ ഇത് ഇവിടെ കാണുന്ന ഈ ഒരു ബ്രൗൺ ഉണ്ട്, ബ്രൗൺ ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു 3 ജമ്പർ വയറും കൂടി വെച്ചിട്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നതാണ്. കാരണം ഇത് നമുക്ക് നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇവിടെ ഉണ്ട്. എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സർക്യൂട്ട് അതേപോലെ നോക്കിയിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ആവശ്യമായുള്ള പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഡയഗ്രം ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം ഞാനിവിടെ ഒരു റെഡ് ജമ്പർ വയർ, ഇത് മെയിൽ ടു മെയിൽ ആണ്. ഈ ഒരു റെഡ് ജമ്പർ വയർ എടുത്തിട്ട് 5 വോൾട്ടിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നതാണ്, 5 വോൾട്ട്. ഓക്കെ, അതേപോലെ ഒരു ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഡയഗ്രത്തിൽ ബ്ലാക്ക് കൊടുത്തതുകൊണ്ട് ബ്ലാക്ക് എടുത്തു എന്നേ ഉള്ളൂ. ഇതെടുത്തിട്ട് ഞാൻ ഇവിടെ ഗ്രൗണ്ടിലേക്ക്, നമ്മുടെ ആർഡിനോന്റെ ഗ്രൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഗ്രൗണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്.
ഇനി അതേപോലെ ഈ ഒരു റെഡ് ഇല്ലേ 5 വോൾട്ട് എന്ന് വരുന്ന ഈ ഒരു റെഡ് ഞാനിവിടെ നമ്മുടെ പവർ റെയിലിൽ ഇവിടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ പോസിറ്റീവ് എന്ന് കാണാം, അവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇങ്ങോളം ഒരു കണക്ഷൻ ആണ് കേട്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ട്, അതായത് ഗ്രൗണ്ട് എന്ന് വരുന്നത്, അത് ഞാനിവിടെ നെഗറ്റീവിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നു. ക്ലിയർ? ഇത്രയേ ഉള്ളൂ, ആ ചിത്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ IR സെൻസർ എടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ IR സെൻസറിൻ്റെ അകത്തും ഞാനിവിടെ 3 ജമ്പർ വയറുകൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മെയിൽ ടു ഫീമെയിൽ ആണ്. ഓക്കെ, മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറാണ്, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഞാൻ നേരെ കണക്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് VCC ഈ റെഡാണ് ഞാനിവിടെ VCCക്ക് കൊടുത്തിട്ടുള്ളത്. ഈ VCC നേരെ എടുത്തിട്ട് ഈ ഒരു പോസിറ്റീവിലേക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ആർഡിനോൻ്റെ 5 വോൾട്ട് വരുന്നതിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിന് 5 വോൾട്ട് ഇവിടെ നിന്ന് കിട്ടും, കാരണം ഈ ഒരു ആർഡിനോൻ്റെ 5 വോൾട്ട് നേരെ ഇത് ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ അത് ആ 5 വോൾട്ട് ഇതിന് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ IR സെൻസറിൻ്റെ തന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഈ നടുവിൽ കാണുന്നതാണ് ഗ്രൗണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ എടുത്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നെഗറ്റീവിലേക്ക്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു ലൈനിലേക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഔട്ട്. ഈ ഒരു ഔട്ട് നേരെ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഒബ്ജക്റ്റുകൾ ഡിറ്റക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ ഡിജിറ്റൽ പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഡയഗ്രത്തിൽ പറഞ്ഞത് ഡിജിറ്റൽ പിൻ 8ലേക്ക് കണക്ട് ചെയ്യാനാണ്, 8 തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഡയഗ്രത്തിൽ പറഞ്ഞത് 8ലായതുകൊണ്ട് 8 തന്നെ കൊടുക്കുന്നു, 8ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IR സെൻസറിൻ്റെ കണക്ഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് സെർവോ മോട്ടോർ ഉണ്ട്. ഈ ഒരു സെർവോ മോട്ടോർ എടുക്കുക, കാരണം സെർവോ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസർ ആണെങ്കിൽ അതിൻ്റെ ബോട്ടിലിനെ കൃത്യമായിട്ട് അതിൻ്റെ ടാപ്പ് നമ്മൾ, അതിൻ്റെ അടപ്പ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഡ് കളർ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ റെഡ് എന്ന് പറയുന്നത് നമ്മൾ നേരെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് 5 വോൾട്ടിലേക്കായിരിക്കും. ഓൾറെഡി ഇവിടെ ബ്രെഡ് ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 5 വോൾട്ട് വരുന്നത് ഇത് ഇങ്ങോട്ടേക്കാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ആ റെഡ് കൊണ്ടുപോയിട്ട് ഇത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഡയഗ്രത്തിലുള്ളതുപോലെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ നമ്മുടെ സെർവോ മോട്ടോറിൻ്റെ തന്നെ, സെർവോ മോട്ടോറിൻ്റെ ഈ ബ്രൗൺ നമ്മൾ പറ്റേണ്ട ഗ്രൗണ്ട് ആണ് അല്ലേ, ബ്രൗൺ കാണുന്നത് ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് ഈ ബ്രൗൺ നേരെ എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്, ഇതിലേക്ക് കൊടുക്കുന്നു. ക്ലിയർ? ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഓക്കെ, അതായത് ആർഡിനോന്ന് ഗ്രൗണ്ട് അവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ട അതേ ലൈനിലേക്ക് കൊടുക്കുന്നു. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഓറഞ്ച് ആണ്. ഓറഞ്ച് നേരത്തെ പറ്റുണ്ട്, സെർവോ മോട്ടോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓറഞ്ച് വയർ എങ്ങോട്ട് കണക്ട് ചെയ്യും, PWM പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ പിന്നിൽ തന്നെ PWM പിൻ ഉണ്ട്. നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് 9ലേക്ക് കണക്ട് ചെയ്യാനാണ്. ഡിജിറ്റൽ പിൻ 9 എന്ന് പറയുന്നത് ഒരു PWM പിന്നാണ്, അഥവാ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നാണ്, അതിലേക്ക് കണക്ട് ചെയ്യുന്നു. കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷനായി പോകണ്ട, ഇവിടെ കുറേ വയറൊക്കെ കണക്ട് ചെയ്തത് കാണാൻ പറ്റും. നമ്മൾ ചിത്രത്തിൽ എന്താണുള്ളത് അതുപോലെ കണക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിത്രത്തിലുള്ളതുപോലെ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കോഡിങ്ങിലേക്ക് കടക്കാം. നേരെ പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു. താഴെ ഷോ ആപ്ലിക്കേഷൻസിൽ നിന്ന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പിക്ടോബ്ലോക്സ് എടുക്കുക. പിക്ടോബ്ലോക്സിൽ ആദ്യം തന്നെ ബ്ലോക്ക് കോഡിംഗ് എന്ന സെക്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്ലോക്ക് കോഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് ബോർഡ് എന്ന ഭാഗത്താണ്, കാരണം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡിലേക്ക് പോയിട്ട് നമ്മുടെ ഒരു ആർഡിനോ ഉനോ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് ചൂസ് ചെയ്ത് കൊടുക്കാം. ആർഡിനോ ഉനോ എന്ന ബോർഡ് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഡിവൈസ് നെയിം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ ഒരു കണക്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു, കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്ലോഡ് മോഡിലാണ്. ഓക്കെ, സ്റ്റേജ് മോഡ് ഉണ്ട്, അപ്ലോഡ് മോഡ് ഉണ്ട്. നമ്മൾ നേരത്തെ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ അപ്ലോഡ് മോഡിലേക്ക് വരിക. അപ്ലോഡ് മോഡിൽ ആദ്യം നമുക്ക് വെൻ ആർഡിനോ ഉനോ സ്റ്റാർട്ടപ്പ് എന്ന ബ്ലോക്ക് വേണം, അത് ഞാൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടുന്നു. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വലുതാക്കാം. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ കുറച്ച് വലുതായിട്ട് കാണും, അത്രയേ ഉള്ളൂ. ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഫോർ ബ്ലോക്കാണ്, കാരണം അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഫോർ ബ്ലോക്ക് യൂസ് ചെയ്യാം. നമുക്കിവിടെ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഫോർ ഉണ്ട്, അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. ഫോർ എടുത്ത് ഇതിൻ്റെ താഴേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കി ഈഫ് എൽസ് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈഫ് എൽസ് നമുക്ക് യൂസ് ചെയ്യണം. ഈഫ് എൽസ് ഉണ്ടാവുന്നത് കൺട്രോൾ എന്ന ടാബിൽ തന്നെയാണ്. കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ഈഫ് എൽസ് ആണ്. ഈഫ് എൽസ് എടുക്കാം, പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഈഫ് എൽസ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഫോർ ഉള്ളിലേക്ക് ഇടാം. ഇനി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, നേരെ ഓപ്പറേറ്റേഴ്സിലേക്ക് വരിക. ഓപ്പറേറ്റേഴ്സിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. ഇതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഈഫിൻ്റെ നേരെയുള്ള ഇത് ഇവിടേക്ക് കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെയുള്ള ഈ ഒരു ഭാഗത്ത് നമുക്കിതാ ഇതേപോലെ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൊടുക്കണം. അതുണ്ടാവുന്നത് ആർഡിനോ ഉനോ എന്ന് പറയുന്ന ടാബിലാണ്. അതിലേക്ക് വരിക. അവിടെ നമുക്ക് റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ, ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 2,
അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇവിടെയാണ് ഈ ഒരു വൈറ്റ് പോർഷൻ്റെ ഇവിടേക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടെ 2 എന്നുള്ളത് മാറ്റിയിട്ട് 8 കൊടുക്കണം. 2 എന്നുള്ളത് മാറ്റി 8 കൊടുക്കാം. എന്താണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ 0 ഇല്ലേ, ഇനി നമുക്ക് ഇവിടെ 50 എന്ന് കാണാം. ഈ 50 മാറ്റിയിട്ട് 0 ആക്കുക. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ചെയ്തു. ഇനി എന്താ വേണ്ടേ, അതിനകത്തേക്ക് സെറ്റ് സെർവോ ഓൺ 9 to 0 ആംഗിൾ എന്നത് കൊടുക്കണം. അത്തരത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നത് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടാബിലാണ്. ആക്ച്വേറ്റേഴ്സിലേക്ക് വരിക. ആക്ച്വേറ്റേഴ്സിൽ സെറ്റ് സെർവോ ഓൺ 11 to 30 ആംഗിൾ എന്നൊക്കെ കാണാം. ഇതിനെ നമ്മൾ പിടിച്ച് വലിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഒന്നുകൂടി നമുക്കത് വേണം, ഒന്നുകൂടി അതിനെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. ഓക്കെ, സെറ്റ് സെർവോ ഓൺ 11 എന്നുള്ളത് മാറ്റിയിട്ട് 9 കൊടുക്കുക. ഇവിടെയും 9 കൊടുക്കുക. ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ഇവിടെ തന്നില്ല, ഒരു സ്ക്രീൻഷോട്ടിൽ തന്നിട്ടുള്ളത് ഇത്രയുമാണ്. അത് അതേപോലെ ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു തരും. ഈ ഒരു 9ൻ്റെ നേരെ 30 ആണുള്ളത്. 30 നമുക്ക് വേണ്ട, നമുക്ക് 0 ആണ് വേണ്ടത്. ഞാനിവിടെ 0 ആക്കുന്നു. ഒന്നിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 0 ആക്കുന്നു. അതേപോലെ ഇവിടെ എൽസ് ബ്ലോക്കിൽ ഈ എൽസ് ഭാഗത്ത് കാണുന്നത് 30 ആണ്. 30 മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 90 കൊടുക്കാം. ക്ലിയർ? നമ്മളോട് എന്താണോ പറഞ്ഞത് അത് അതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഒന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാനിവിടെ അപ്ലോഡ് കോഡ് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു അപ്ലോഡ് കോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ഒരു സർക്യൂട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ഒരു സർക്യൂട്ടിൽ നിലവിൽ നമ്മുടെ സെർവോ മോട്ടോർ ഉള്ളത് 90 ഡിഗ്രിയിലേക്കാണ്. ഓക്കെ, സെർവോ മോട്ടോർ ഉള്ളത് 90 ഡിഗ്രിയിലാണ്. ഞാൻ എൻ്റെ കൈ ഒരു IR സെൻസറിന് മുന്നിലേക്ക് കൊണ്ടുവരുമ്പം കണ്ടില്ലേ, അത് നേരെ 0 ഡിഗ്രി ആംഗിളിലേക്ക് മാറി. 0 ഡിഗ്രി ആംഗിളിലേക്ക് മാറി. ഇനി എൻ്റെ കൈ ഇതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ദൂരേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അത് തിരിച്ച് 90 ഡിഗ്രിയിലേക്ക് പോയി. എന്തുകൊണ്ട് ഇത് സംഭവിച്ചേ? നമുക്ക് കോഡ് നോക്കാം. കോഡിനകത്ത് ആദ്യം വേണ്ട ആർഡിനോ യൂനോ സ്റ്റാർട്ടപ്പ്. നമ്മുടെ ആർഡിനോ യൂനോ കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കോഡ് കൊടുക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവാൻ പറ്റും. ഓക്കെ, അപ്ലോഡ് മോഡിലാണ് ചെയ്തത്. സോ ഇത് മുഴുവൻ, ഈ ഒരു കോഡ് മുഴുവൻ നമ്മുടെ ആർഡിനോ യൂനോ ബോർഡിൻ്റെ മൈക്രോ കൺട്രോളറിലുള്ള മെമ്മറിയിലേക്ക് പോയി സ്റ്റോർ ആയിട്ടുണ്ടാവും. ഫോർ കൊടുത്തത് എന്തിനാണെന്ന് അറിയാം. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഫോർ ബ്ലോക്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഈഫ് കൊടുത്തിട്ടുണ്ട്, ഈഫ് എൽസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ആവശ്യമായുള്ള ബ്ലോക്കുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പൈത്തണിലൊക്കെ നമ്മൾ ഈഫ് എൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈഫിൻ്റെ നേരെ കൊടുത്ത് ശ്രദ്ധിക്കണം, റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8. ഈ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റൽ പിൻ 8ൽ എന്താ കണക്ട് ചെയ്തേ, ഇവിടെ ഒന്നിക്ക് ഈ ഒരു സർക്യൂട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡയഗ്രം നോക്കുക. ഡയഗ്രത്തിൽ നമ്മൾ ഡിജിറ്റൽ പിൻ 8ലേക്ക് കണക്ട് ചെയ്യുന്നത് IR സെൻസറിൻ്റെ ഔട്ടാണ്. IR സെൻസറിൻ്റെ ഔട്ടിലേക്ക്, അതായത് IR സെൻസറിൻ്റെ മുന്നിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് വന്നാൽ IR സെൻസറിൻ്റെ ഔട്ട് 0 ആവുകയാണ് ചെയ്യുക. IR സെൻസറിൻ്റെ ഔട്ട് 0 ആവും, അതായത് ഓഫ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8. നമ്മളിവിടെ നോക്കുന്നത് റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8. അതിൻ്റെ അകത്തുള്ള സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് 0 ആണോ എന്ന് നോക്കും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് IR സെൻസറിൻ്റെ മുന്നിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് വന്നാൽ അത് 0 ആയിരിക്കും, വന്നില്ലെങ്കിൽ അത് 0 ആയിരിക്കില്ല, അത് ഹൈ ആയിരിക്കും, അത് ഓൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR സെൻസറിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് വന്നാൽ എന്ത് ചെയ്യണം, നേരെ സെറ്റ് സെർവോ ഓൺ 9. നമ്മൾ 9 പിന്നിലേക്ക് എന്താ കണക്ട് ചെയ്തത്, 9 എന്ന് പറയുന്ന ഒരു PWM പിന്നാണ്. അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താ, നമ്മുടെ സെർവോ മോട്ടോറാണ്. സെർവോ മോട്ടോറിൻ്റെ ആ ഒരു കൺട്രോൾ സിഗ്നൽ നമ്മൾ നേരെ 9ലേക്കാണ് കണക്ട് ചെയ്തത്. ആ 9ൽ കണക്ട് ചെയ്ത സെർവോ മോട്ടോർ 0 ഡിഗ്രി ആംഗിളിലേക്ക് മാറണം. ഒബ്ജക്റ്റ് വന്നാൽ 0 ഡിഗ്രിയിലേക്ക് ആ ഷാഫ്റ്റ് 0 ഡിഗ്രിയിലേക്ക് തിരിയണം. എന്നാൽ എൽസ് ബ്ലോക്കിൽ എന്താ കൊടുത്തത്, ഈഫിലുള്ള കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ, ഇതിൻ്റെ മുന്നിൽ IR സെൻസറിൻ്റെ മുന്നിൽ ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ നേരെ വർക്ക് ചെയ്യേണ്ടതാണ് എൽസിൽ നമ്മൾ കൊടുക്കുന്നത്. സെറ്റ് സെർവോ ഓൺ 9 to 90 ഡിഗ്രി ആംഗിൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കോഡ് പ്രകാരം IR സെൻസറിൻ്റെ മുന്നിലേക്ക് ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ അത് 90 ഡിഗ്രിയിലേക്കും, ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും ഇതേപോലെ വന്നാൽ അത് നേരെ 0 ഡിഗ്രിയിലേക്കും വരും എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം കോഡാണ് ഇവിടെ യൂസ് ചെയ്തത്. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഏറ്റവും അവസാനത്തതും എന്നാൽ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഒരു സ്മാർട്ട് ഡോറ് നമ്മൾ എങ്ങനെ റെഡിയാക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ മുന്നിലേക്ക് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പൺ ആവണം, ആൾ പോയി കഴിഞ്ഞാൽ ആ ഡോറ് ക്ലോസ് ആവണം. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ചെറിയൊരു കുഞ്ഞൊരു മോഡൽ, നമ്മളൊരു ചെറിയൊരു സർക്യൂട്ട് റെഡിയാക്കുന്നു. ഇത്തരം ആവശ്യത്തിന് നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്കൊരു സെൻസർ യൂസ് ചെയ്യണം. പൊതുവേ നമുക്ക് ഇത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജീവി ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു ലിവിങ് ബീയിങ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് PIR സെൻസറാണ്. പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന് പറയും. PIR സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിൽ നിന്നുള്ള ഈ ഹീറ്റ് റേഡിയേഷൻസ്, ഇൻഫ്രാറെഡ് ഹീറ്റ് റേഡിയേഷനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്.
പക്ഷേ നമ്മുടെ സ്മാർട്ട് വീട്ടിൻ്റെ അകത്തൊക്കെയുള്ള ഒരു സ്മാർട്ട് ഡോറിൽ നമ്മൾ ഈ ഒരു PIR സെൻസർ ആണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇത് ലിവിങ് ബീയിങ്സിൻ്റെ ഒക്കെ നോക്കും. അതായത് മനുഷ്യൻ്റെ മാത്രമല്ല ബാക്കിയുള്ള ജീവജാലങ്ങൾ വന്നാലും ഈ ഡോർ അങ്ങ് തുറന്നു കൊടുത്ത് കളയും. ആ പരിപാടി നമുക്കിവിടെ നടക്കൂലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനുഷ്യൻ്റെ മുഖം തന്നെ തിരിച്ചറിയണം. ഫേസ് തന്നെ അവിടെ ഡിറ്റക്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI യൂസ് ചെയ്തൂടെ? അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഉള്ള ഒരു ഫേസ് ഡിറ്റക്ഷൻ എന്നൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ. അതിൻ്റെ ഒരു ചെറിയൊരു സർക്യൂട്ട് നമുക്ക് റെഡിയാക്കി നോക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് 4 സാധനങ്ങൾ മതി. ഒന്ന് നമ്മുടെ ആർഡുനോ ബോർഡ്, അതേപോലെ തന്നെ ജമ്പർ വയേഴ്സ്, പിന്നെ നമ്മുടെ സെർവോ മോട്ടോർ വേണം, പിന്നെ അത് കണക്ട് ചെയ്യാനുള്ള നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള USB കേബിളും വേണം. അതൊക്കെ നമുക്കൊന്ന് എടുത്ത് വെച്ച് നോക്കാം. ഞാനിവിടെ സെർവോ മോട്ടോർ എടുത്ത് വെച്ചിട്ടുണ്ട്. സെർവോ മോട്ടോറിൻ്റെ 3 കളറുള്ള ഈ ഒരു വയേഴ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മറന്നു പോകരുത്. നമ്മൾ ഈ ഒരു ഓറഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, പൾസ് വിഡ്ത്ത് മോഡുലേഷനുള്ള പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ആവശ്യമായ ആംഗിളിലേക്ക് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓറഞ്ച് വയറാണ് യൂസ് ചെയ്യുക. റെഡ് ആണ് നമ്മൾ 5 വോൾട്ടിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ബ്രൗൺ ആണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നത്. അത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഈ ഒരു സെർവോ മോട്ടോറിൻ്റെ ഈ ഒരു എൻഡിലേക്ക് ആവശ്യമായുള്ള 3 ജമ്പർ വയറുകൾ കൂടി കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് എടുത്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഡയഗ്രത്തിൽ പറയുന്നത് പോലെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതിലുള്ള റെഡ് കളറുള്ള ഈ ഒരു ജമ്പർ വയർ നേരെ നമ്മൾ 5 വോൾട്ടിലേക്ക് കൊടുക്കുക. ഇവിടെ 5 വോൾട്ട് ഉണ്ട്, 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ കാണുന്ന ഈ ഒരു ബ്രൗൺ ഇല്ലേ, ബ്രൗൺ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ചിത്രത്തിലും അത് തന്നെയാണ് കൊടുത്തത്. ഞാനിവിടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ റെഡും കണക്ട് ചെയ്തു, ബ്രൗണും കണക്ട് ചെയ്തു. 5 വോൾട്ടും ആയി, അതേപോലെ ഗ്രൗണ്ടും ആയി. ഇനി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള, ആവശ്യമായ ആംഗിളിലേക്ക് കൺട്രോൾ ചെയ്യാനുള്ള, തിരിക്കാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്യാനുള്ള ഈ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെർവോ മോട്ടോർ ആണ്. അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ പിന്നിലെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നുകളിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഡയഗ്രത്തിൽ പറഞ്ഞത് 3ലേക്ക് കണക്ട് ചെയ്യാനാണ്. 3 എന്ന് പറയുന്ന ഒരു PWM പിന്നാണ്, അഥവാ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നാണ്. അതിലേക്ക് കണക്ട് ചെയ്യുന്നു. 3ലേക്ക് കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി എന്ത് വേണം? നമ്മളിത് USB കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആർഡുനോ ഉനോ ബോർഡ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. ആ ഒരു കോഡിങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യുക, പിക്ടോ ബ്ലോക്സിലേക്ക് വരിക. താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. പിക്ടോ ബ്ലോക്സ് എന്ന് സെർച്ച് ചെയ്യുക, എടുക്കുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ബ്ലോക്ക് കോഡിംഗ് ഉണ്ട്. ബ്ലോക്ക് കോഡിംഗ് ചൂസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളിവിടെ ഇത്ര സമയമുള്ള പ്രവർത്തനം ഒക്കെ ചെയ്തത് അപ്ലോഡ് എന്ന് പറയുന്ന മോഡിലാണ്. മുകളിൽ അപ്ലോഡ് എന്ന മോഡുണ്ട്, അപ്ലോഡിലാണ് ചെയ്തത്. ഇവിടെ പക്ഷേ നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ തന്നെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റേജ് മോഡിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്യാമറയെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റേജ് മോഡിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ബോർഡിലേക്ക് പോയിട്ട് നമുക്ക് ബോർഡ് ചൂസ് ചെയ്യാം. നേരെ ആർഡുനോ ഉനോ എന്ന ബോർഡ് ചൂസ് ചെയ്യുന്നു. കണക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നേരെ ഇവിടെ നമ്മുടെ ഡിവൈസ് നെയിം കാണിക്കും, കണക്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫേസ് ഡിറ്റക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ ഇതിലേക്ക് കൊണ്ടുവരണം. ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇത്തരത്തിലുള്ള പുതിയൊരു എക്സ്റ്റൻഷൻ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് എക്സ്റ്റൻഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതിൽ ആദ്യം തന്നെ ഇവിടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ കാണാം. ഓക്കെ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് പുതിയ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം, വെയിറ്റ്. ഇനി നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റേജ് മോഡിലാണ്. സ്റ്റേജ് മോഡിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത്, വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് സ്റ്റേജ് മോഡിൽ വർക്ക് ചെയ്യുന്ന ബ്ലോക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് പിടിച്ച് വലിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഇടാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ ഓൺ ചെയ്യണം. ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഇവിടെ ഏറ്റവും താഴെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉണ്ട്. ആ ഒരു എക്സ്റ്റൻഷനിലേക്ക് വരിക. ആ ഒരു എക്സ്റ്റൻഷനിൽ ഇവിടെ ആദ്യം തന്നെ ടേൺ ഓൺ വീഡിയോ ഓൺ സ്റ്റേജ് വിത്ത് 0% ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കോഡ് കാണാം. ഇതെന്ത് ചെയ്യുക, നേരെ പിടിച്ച് വലിച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഈ ഒരു കോഡ് തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോഡിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം തന്നിട്ട് ചോദിക്കും ഇത് എന്തിനാണെന്നുള്ളത്. നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫോർഎവർ എന്ന ബ്ലോക്ക് യൂസ് ചെയ്യാം. ഫോർഎവർ ബ്ലോക്ക് നമുക്ക് കിട്ടുന്നത് ഇവിടെ കൺട്രോളിലാണ്. കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ ഉണ്ട്. കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർഎവർ ബ്ലോക്ക് കിട്ടും. ഈ ഫോർഎവർ ബ്ലോക്ക് നേരെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ എന്ന ഈ ഒരു കോഡ് വേണം. ആ കോഡ് ഉണ്ടാവുന്നത് ഈ ചുവപ്പ് കളറിൽ ഈ ഒരു കോഡുകൾ കംപ്ലീറ്റ് ഉണ്ടാവുന്നത് ഫേസ് ഡിറ്റക്ഷൻ എന്ന ടാബിലാണ്. അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ നമുക്ക് അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ എന്ന ബ്ലോക്ക് ഉണ്ട്. ഇതെടുത്തിട്ട് ഫോർഎവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഫെൽസ് വേണം.
ആ if else ഇട്ട് കൊടുക്കുക. നേരെ കൺട്രോളിലേക്ക് വരിക, if else എടുക്കുക, ഇതിനിടയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം നമുക്കിത് മൊത്തം ഒന്ന് ഈ രീതിയിൽ ഒന്ന് കോഡ് ചെയ്തിട്ട് തിരിച്ചു തരാം. നേരെ ഓപ്പറേറ്റേഴ്സിലേക്ക് വരുന്നു. ഓപ്പറേറ്റേഴ്സിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ എടുക്കുക, ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഗെറ്റ് ഹാഷ് ഫേസസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് വേണം. അത് നമുക്ക് ഇവിടെ ഫേസ് ഡിറ്റക്ഷനിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 0 ആക്കി കൊടുക്കുക. ഇതെന്താണെന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. 0 ആക്കി കൊടുക്കുക. അതിനുശേഷം സെറ്റ് സെർവോ ഓൺ 3 to 90 ആംഗിൾ അത് നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി ആക്ച്വേറ്റേഴ്സ് എന്ന ടാബിലേക്ക് വരുന്നു. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അവിടെ കാണുന്ന സെയിം കാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. സെറ്റ് സെർവോ ഓൺ 11 to 30 എന്നത് കൊടുത്താൽ മതി. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സേ ഡോർ ഓപ്പൺഡ് അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. സേ ഹലോ എന്നതാണ്. അതെടുത്ത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഡോർ ഓപ്പൺഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് എൽസ് ബ്ലോക്ക് ചെയ്യാം. എൽസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ സെയിം 2 ബ്ലോക്കുകൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, അതെടുത്ത് എൽസിലേക്ക് ഇടുന്നു. ക്ലിയർ? ഇവിടെ അവസാനം സേ ഡോർ ഓപ്പൺഡ് എന്നത് മാറ്റിയിട്ട് ക്ലോസ്ഡ് ആക്കി കൊടുക്കാം. ക്ലോസ്ഡ് എന്നാക്കി കൊടുത്തു. ഇനി ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഞാനിവിടെ സെർവോ ഓൺ 3 മാറ്റി 3, ഇവിടെ ഞാൻ സെർവോ ഓൺ 3 ആക്കി കൊടുക്കുന്നു. അതേപോലെ ഇവിടെയും 3 ആക്കുന്നു. ഇവിടെ 90 ആക്കണം. അതേപോലെ അവസാനം 0 ആക്കുക. ഇനി എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്, നമ്മുടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ വീഡിയോ ഓൺ സ്റ്റേജ് വിത്ത് 0% ട്രാൻസ്പെറൻസി, ഈ ഒരു കോഡ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാനാണ്. ഇപ്പം തന്നെ നമ്മുടെ ക്യാമറ ഓൺ ആണ്, കാണാം. ഓക്കെ, പിന്നെ ഫോർ എവർ കൊടുത്തു. ഫോർ എവറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരാൻ വേണ്ടി, ഫോർ എവർ ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ, ക്യാമറയിൽ നിന്ന് വരുന്ന ഇമേജിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, ഈ ഫെൽസ് കൊടുത്തു. ഈ ഫിൽ എന്താ കൊടുത്തേ? ഗെറ്റ് ഹാഷ് ഫേസസ്, അതായത് ഫേസുകളുടെ എണ്ണത്തിന് എത്ര ഫേസുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു എണ്ണത്തിന് വേണ്ടിയാണ് നമ്മൾ ഗെറ്റ് ഹാഷ് ഫേസസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു കൗണ്ട് അത് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, അതായത് ഫേസ് ഇല്ല. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ 0നേക്കാൾ മുകളിൽ, അതായത് ഫേസ് ഉണ്ടെങ്കിൽ. ക്ലിയർ? 0 എന്ന് പറഞ്ഞാൽ ഫേസ് ഇല്ല, 0നേക്കാൾ ഗ്രേറ്റർ ദാൻ അല്ലേ കൊടുത്തത്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഉണ്ടെങ്കിൽ, 0നേക്കാൾ മുകളിലാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഡിറ്റക്ട് ചെയ്യുന്ന ഫേസുകളുടെ എണ്ണം 0നേക്കാൾ മുകളിലാണെങ്കിൽ, അഥവാ അവിടെ ഫേസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? നേരെ ഇതിൻ്റെ അകത്തേക്ക് വരും. നമ്മുടെ സെർവോ 3യിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ സെർവോ മോട്ടോർ 90 ഡിഗ്രി ആംഗിളിലേക്ക് മാറും. 90 ഡിഗ്രി ആംഗിളിലേക്ക് മാറുമെന്ന് മാത്രമല്ല, ഡോർ ഓപ്പൺഡ് എന്നിവിടെ എഴുതി കാണിക്കും. ഡോർ ഓപ്പൺഡ് എന്നിവിടെ എഴുതി കാണിക്കും. ഇനി അഥവാ ഇത് ഈഫിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇനി അഥവാ ഇതല്ല എങ്കിൽ, അതായത് ഫേസുകളൊന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നേരെ എന്താവും? നേരെ എൽസ് പാർട്ടിലേക്ക് വരും. എൽസ് പാർട്ടിൽ സെറ്റ് സെർവോ ഓൺ 3 to 0 ആംഗിൾ, അതായത് നമ്മുടെ സെർവോ മോട്ടോർ അതിൻ്റെ ഷാഫ്റ്റ് 0 ആംഗിളിലേക്ക് പോകും. ഡോർ ക്ലോസ്ഡ് എന്ന് കാണിക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഫേസ് ഉണ്ടെങ്കിൽ അത് 90 ഡിഗ്രിയിലേക്ക് പോകും, ഓപ്പൺ എന്ന് എഴുതി കാണിക്കും. ഫേസ് ഇല്ല എങ്കിൽ അത് 0 ഡിഗ്രിയിലേക്ക് പോകും, ഡോർ ക്ലോസ്ഡ് എന്ന് കാണിക്കും. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് ഡിറ്റക്ട് ആയിട്ടുണ്ട്, ഡോർ ഓപ്പൺഡ് എന്ന് കാണാം. അതേപോലെ നമ്മുടെ സെർവോ മോട്ടോർ നേരെ 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഫേസ് ഇല്ലാത്ത സമയത്ത് ഡോർ ക്ലോസ്ഡ് എന്ന് കാണിച്ചു. അതേപോലെ നമ്മുടെ സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്? 0 ഡിഗ്രിയിലേക്ക്. ഡോർ ക്ലോസ്ഡ് ആണ്, 0 ഡിഗ്രി. വീണ്ടും എൻ്റെ ഫേസ് കാണുന്ന സമയത്ത് ഇവിടെ ഡോർ ഓപ്പൺഡ് എന്ന് കണ്ടു. അതേപോലെ ഇവിടെ നേരെ 90 ഡിഗ്രിയിലേക്ക് ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും സംശയമായിട്ട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു ഫേസ് ഡിറ്റക്ഷൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം, എക്സാം അടിപൊളിയാക്കാം. ഓക്കെ, ബൈ.